രാവിലെ നമ്മൾ ചർച്ചയ്ക്ക് കയറി. ആ ചർച്ചയുടെ ഭാഗമായി അവർ നമുക്ക് ആധികാരികമായി ഒപ്പിട്ട് നൽകിയ ലിസ്റ്റ് എന്ന് പറയുന്നത് തീർത്തും തെറ്റായ ലിസ്റ്റാണ്. നമ്മളെ കബളിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ആ മൂന്ന് പേർക്ക് പുറമെ നിരവധിയായിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുള്ള ഞങ്ങൾക്ക് നേരിട്ട് പരിചയമുള്ളതാണ്. ആ നേരിട്ട് പരിചയമുള്ള ആളുകളുടെ പേര് പറയുമ്പോൾ ഇവർ വീണ്ടും ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ ബാങ്കിന്റെ സമീപനം എന്ന് പറയുന്നത് തീർത്തും ഈ വിഷയത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ടല്ല, ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ബന്ധപ്പെട്ട് ഈ ബ്രാഞ്ചിന് കീഴിൽ, ചൂരൽമല ബ്രാഞ്ചിന് കീഴിൽ ഏതെങ്കിലും വിധത്തിൽ ദുരന്തം നേരിട്ട ആളുകളിൽ നിന്ന് ഈടാക്കിയ മുഴുവൻ പൈസയും തിരിച്ചു കൊടുക്കുകയും ആ പൈസ തിരിച്ചു കൊടുത്തതിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യും. അത് ഞങ്ങൾ കൺഫേം ചെയ്തതിനു ശേഷം പിന്നീട് പൊതുസമൂഹത്തോട് ഒരു മാപ്പ് പറഞ്ഞതിന് ശേഷം മാത്രമേ സമരം അവസാനിക്കുള്ളൂ. അതുവരെ ഈ സമരം തുടരുക തന്നെ ചെയ്യും. ഇവര് തന്ന 3 ലിസ്റ്റ് എന്ന് പറയുന്നത് ഇന്നലെ രാത്രി തിരിച്ച്, അതായത് സർക്കാർ സമീപനം സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ട് ഇന്നലെ രാത്രി തിരിച്ചു കയറിയ ആളുകളുടെ ലിസ്റ്റാണ് തന്നിരിക്കുന്നത്. ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ സമരത്തിന് കൊണ്ടുവന്ന ആളുണ്ട്. അതിനുശേഷം അപ്ഡേറ്റ് ചെയ്ത ഒരു ഗോൾഡ് ലോൺ ഉണ്ട്, അബ്ദുൾ ജമീൽ എന്ന് പറഞ്ഞ. അബ്ദുൾ ജമാലിന്റെ നിങ്ങൾ ആലോചിക്കേണ്ടത് വെച്ചാൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് പോയി ഭീഷണിപ്പെടുത്തി 6500 രൂപ ഒരു വർഷത്തെ പലിശ ഈടാക്കി ആ പലിശ അടച്ചാണ് ഇവിടെ പുതുക്കിയിട്ടുള്ളത്. എന്തൊരു മനുഷ്യത്തിലേക്ക് ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളവിടെ മനുഷ്യൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ണുനീര് പറ്റാത്തൊരു സാഹചര്യം ഉള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇവരുടെ 2 ബാങ്കുകൾക്ക് മാത്രമേ ബ്രാഞ്ച് ഉള്ളത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാഞ്ച് എന്ന് പറയുന്നത് ഗ്രാമീൺ ബാങ്കാണ്. ആ ഗ്രാമീൺ ബാങ്കിലെ അധികാരികൾക്ക് ഇങ്ങനെ സമീപനം സ്വീകരിക്കാൻ വേണ്ടി കഴിയുന്നത് ഇവർക്ക് എത്രമാത്രം മനുഷ്യത്വരഹിതമായി ചിന്തിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ വേണ്ടി ഈ സമരം തുടങ്ങി 2 മണിക്കൂർ സമയം പിന്നിട്ടിട്ടും ഈ 3 പേരുടെ ലിസ്റ്റിനപ്പുറം ഇതുവരെ എടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് കബളിപ്പിക്കുന്ന സമീപനമാണ് ബാങ്ക് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ കൃത്യമായി കുറെ ആളുകളുടെ പേര് പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് ഈ സമയത്തിനുള്ളിൽ ഇത്ര ആളുകളുടെ പേര് പറയാൻ കഴിഞ്ഞിട്ടും അവരുടെ പോലും പരിശോധിക്കാൻ ബാങ്ക് തയ്യാറായിട്ടില്ല. അപ്പൊ ഇത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചൂരൽമലയെ സംബന്ധിച്ചിടത്തോളം ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് ആകെ 2 ബാങ്കേ ഉള്ളൂ. ഒന്ന് കേരള ബാങ്കും പിന്നെ ഈ ഗ്രാമീൺ ബാങ്കും ഉള്ളത്. ആ പ്രദേശത്തുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഈ 2 ബാങ്കിലാണ് പിന്നെ ഇതിൽ അക്കൗണ്ട് ഉള്ളത്. ഇതിൽ കേരള ബാങ്ക് കൃത്യമായ സമീപനം സ്വീകരിച്ചു, നല്ല നിലപാടാണ് സ്വീകരിച്ചത്. ആ സമീപനം എന്തുകൊണ്ട് ഇവർക്ക് സ്വീകരിക്കാൻ പറ്റണില്ല? ഇത് മാത്രമല്ലാന്നേ, അവിടെ കാർഷിക വായ്പകൾ എടുത്തവരുണ്ട്, അവരുടെ ആധാരങ്ങൾ അവിടുത്തെ ബാങ്കിലുണ്ട്. അതൊക്കെ വിട്ടുകൊടുക്കാനുള്ള ഒരു സമീപനം, മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കേണ്ട ഈ ഒരു സമയത്ത് നിങ്ങളൊക്കെ എത്ര ദിവസമായി അവിടെ വന്നു നിൽക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന ഓരോ വളണ്ടിയർമാരും എത്ര ദിവസമായി അവിടെ സർവീസ് ചെയ്യേണ്ട സമയത്താണ് ഞങ്ങൾ ഇവിടെയുള്ള ഈ സമരത്തിന് വന്നിട്ടുള്ളത്. അതൊക്കെ ചിന്തിക്കണ്ടേ? ഇവർക്ക് ഇവിടെ AC റൂമിൽ ഇരുന്നിട്ട് ഇവർക്ക് ഓരോ തീരുമാനങ്ങൾ എടുത്ത് പോയാൽ മതി. ഇതങ്ങനല്ല. ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു 10,000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇത്ര 10-20 ദിവസത്തോളായി ആകെ ആശ്രയം ആ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ഒരു സംഖ്യ മാത്രം. പൂർണ്ണമായി ഈ ചൂരൽമല ബ്രാഞ്ചിന് കീഴിൽ ഇവർ ഇത്തരത്തിൽ സമീപനം സ്വീകരിച്ച മുഴുവൻ ആളുകളുടെയും ലിസ്റ്റ് എടുത്ത് അവരുടെ അടുത്ത് നിന്ന് പൈസ ഈടാക്കിയത് തിരിച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് തന്ന് ആ ഡീറ്റെയിൽസ് ഞങ്ങൾ കൺഫേം ചെയ്ത് പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞതിന് അതുകൊണ്ട് മാത്രമല്ല യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത് ഈ ഉടുതുണിയല്ലാതെ മറ്റൊന്നുമില്ല. സ്വന്തമായി വീടില്ല, കയറി പോകാൻ തൊഴിലിടമില്ല, എല്ലാം നഷ്ടപ്പെട്ടതാണ്. 2000 കോടിക്കടുത്ത് നഷ്ടം സംഭവിച്ച ഒരു പ്രദേശത്ത് ജീവിക്കാൻ ഇനി അവർക്ക് ജീവിതം സാധ്യമല്ലാത്തവരാണ്. അതുകൊണ്ട് ഗവൺമെന്റ് തന്നെ ബാങ്കുകളിലേക്ക് ഓരോരുത്തരുടെയും മരണപ്പെട്ടവരുടെ ബാങ്ക് സ്വാഭാവികമായി എഴുതിത്തള്ളും. ജീവിച്ചിരിക്കുന്നവരുടെ പേരിലുള്ള കടങ്ങൾ എഴുതിത്തള്ളാൻ ഗവൺമെന്റ് പണം ബാങ്കിന് കൊടുത്തുകൊണ്ട് എഴുതിത്തള്ളിയാൽ മാത്രമേ ഭാവിയിൽ അവർക്ക് ലോണും മറ്റുമൊക്കെ ലഭ്യമാകുകയുള്ളൂ. ആ നടപടിയിലേക്ക് ഗവൺമെന്റും ഇന്നത്തെ സാഹചര്യം കണക്കിലെടുത്ത്, ഇത് വയനാടിന്റെ രോഷമാണ്, ഇത് കണക്കിലെടുത്ത് ഗവൺമെന്റ് മുന്നോട്ട് വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇതിൽ നമ്മൾ ഒരു യൂത്ത് കോൺഗ്രസിന്റെ നിലപാട് എന്നത് കൃത്യമാണ്. അതായത് ഈ സമരം ഏകദേശം ആരംഭിച്ചിട്ട് 4 മണിക്കൂർ പിന്നീടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 7 മണിക്ക് ആരംഭിച്ച സമരമാണ്. ഈ സമരത്തിൽ ഞങ്ങൾ പ്രതിനിധികൾ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതിനകത്തിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സംവിധാനമുള്ള ഒരു നമ്മുടെ സാക്ഷരത കേരളമാണ്. ഇവിടെ കേവലം ഇന്നലെ പൈസ അപഹരിച്ച, അതായത് ഗുണ്ടാ പിരിവ് നടത്തിയ ഈ പറയപ്പെടുന്ന നാഷണലൈസ്ഡ് ബാങ്കിന്, ഇതൊരു പാരൽ ബാങ്ക് അല്ല, ഇതൊരു കോമൺ ആയിട്ടുള്ള പ്രാദേശിക ബാങ്കല്ല, ഇത് നാഷണലൈസ്ഡ് ബാങ്കാണ്. ഈ ബാങ്കിനകത്ത് കേവലം ഒരു പണം അപഹരിച്ച, ഗുണ്ടാ പിരിവ് നടത്തിയ ആ ലിസ്റ്റ് പോലും ഇല്ല എന്ന് ബന്ധപ്പെട്ട മാനേജർ സംസാരിക്കുകയാണ്. ഞങ്ങൾ അകത്താണുള്ളത്. ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളാണ്, യുവജന സംഘടനയുടെ ലീഡേഴ്സാണ്. പുറത്ത് 100 കണക്കിന് ആളുകളുണ്ട്. ഇതിന്റെ അകത്തിരുന്ന് തീരുമാനം സെക്കൻഡിനകത്ത് തീരുമാനമാക്കാനുള്ള ആർജവവും അതുപോലെയുള്ള ശേഷിയുമുള്ള സംഘടനകളാണ് ഞങ്ങൾ. അതുകൊണ്ട് കൃത്യമായി അവിടെ ഒരു കോംപ്രമൈസ് ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 പൊട്ടാണ് പൊട്ടിയത്.
2 പൊട്ട് പൊട്ടിയ ഈ നമ്മുടെ ചൂരൽമലയിൽ 3ാമത്തെ പൊട്ട് പൊട്ടിയിരിക്കുകയാണ്. അതായത് ഈ ഗ്രാമീണ ബാങ്കിൽ നിന്ന് 3ാമത്തെ പൊട്ട് പൊട്ടിയിരിക്കുകയാണ്. അബ്ദുൽ ജമാൽ എന്ന വ്യക്തിയുടെ സ്വർണ്ണ പണയത്തിന് നിർബന്ധിച്ച് പുതുക്കിയതിന്റെ രേഖയാണിത്. ഇങ്ങനെ ഓരോ ആളുകളുടെയും രേഖ ഇവിടെ കൃത്യമായി ഞങ്ങൾക്ക് യുവജന സംഘടനകൾക്ക് ലഭ്യമാവുന്നുണ്ട്. എന്തുകൊണ്ട് ബാങ്കിന്റെ അധികാരികൾക്ക് ഈ രേഖ ലഭ്യമാകുന്നില്ല? ഞങ്ങൾ വളരെ ആദ്യമേ പറഞ്ഞത് എത്ര പേരെ തുക പിടിച്ചെടുത്തു അതിന്റെ കണക്ക് വേണം, അത് അവർക്ക് തിരികെ നൽകി എന്നതിന്റെ കണക്ക് വേണം. എങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് സമരം അവസാനിക്കാൻ കഴിയുള്ളൂ. അതോടൊപ്പം തന്നെ ഇവർ പൊതുസമൂഹത്തോട് മാപ്പ് പറയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇത്ര ഗൗരവമായിട്ടുള്ള ഒരു വിഷയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ അടിയന്തരമായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ അടിയന്തരമായി ഇടപെടണമെന്നുള്ളതാണ് യൂത്ത് ലീഗിന് അഭിപ്രായപ്പെടാനുള്ളത്. ഇവിടെ നേരത്തെ ഇവർ 3 പേരുടെ പേരാണ് തന്നിട്ടുള്ളത്. അതിനിടയിൽ തന്നെ ഞങ്ങളിപ്പോൾ പരിശോധിക്കുമ്പോൾ നന്ദ എന്ന് പറയുന്ന ഒരാൾ 1850 രൂപയാണ് അവരുടെ അക്കൗണ്ടിൽ നിന്ന് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ വസ്തുതാപരമല്ലാത്ത ലിസ്റ്റാണ് ഇവർ തന്നിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെ ഇപ്പം കൽപ്പറ്റയിലുള്ള കാർഷിക സഹകരണ വികസന ബാങ്ക്, അതുപോലെ തന്നെ കേരള ബാങ്ക് ഉൾപ്പെടെയുള്ള ആളുകൾ എഴുതിത്തള്ളുന്ന സാഹചര്യം ഉണ്ടായിട്ടും എഴുതിത്തള്ളിയില്ല എന്ന് മാത്രമല്ല പണം പിടിച്ചെടുക്കുന്ന കൊള്ളക്കാരുടെ നിലപാടാണ് സ്വീകരിച്ചത്. ഡിവൈഎഫ്ഐ എന്ന നിലയിൽ ഇതിൽ 7 മണി മുതൽ സമരം ആരംഭിച്ചതാണ്. ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനമാവുന്നതുവരെ മാപ്പ് പറയുന്നതുവരെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത്.